പരിപാടികൾ കൊണ്ടും നല്ല ലീഡർഷിപ്പ് കൊണ്ടും കമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ഈ വർഷവും കാഴ്ചവെക്കുകയുണ്ടായി. ആ നല്ല വർഷത്തിന്റെ അവസാനത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ക്രിസ്മസ് സെലിബ്രേഷൻസ്. ആ സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സംസാരം അധികം നീട്ടാതെ ഞങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വിമൻ പ്രസിഡന്റ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, വളരെ കേപ്പബിൾ ആയിരുന്നു, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും പേഴ്സണലി ഈ വ്യക്തിയെ അറിയാം. കമ്മ്യൂണിറ്റിയിൽ വളരെയധികം സജീവമായി പല ഓർഗനൈസേഷനിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എപ്പോഴും മുന്നിലേക്ക് വന്ന് എല്ലാ കാര്യത്തിനും നേതൃത്വം വഹിക്കാനും സഹായിക്കാനും ഒരിക്കലും മടി കാണിക്കാത്ത ഒരു വ്യക്തിയാണിത്. ഞാൻ അധികം നിർപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വർഷത്തെ 2014 കേരള ക്ലബിൻ്റെ ക്രിസ്മസ് നോടനുബന്ധിച്ച് പ്രസിഡൻഷ്യൽ മെസ്സേജിനും ആൻഡ് ഒഫീഷ്യൽ വെൽക്കം സ്പീച്ചിനുമായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. None other than രമ്യ അനിൽകുമാർ, the president of Kerala Club 2000. മാന്യ സദസ്സിന് എൻ്റെ പ്രണാമം. നമ്മുടെ കേരള ക്ലബിൻ്റെ സംഭവ ബഹുലമായ ഒരു വർഷം കൂടെ ഇവിടെ പര്യവസാനിക്കുകയാണ്. തിരുപ്പിറവിയുടെ സന്തോഷത്തോടൊപ്പം പുതുവത്സരത്തിൻ്റെ പ്രതീക്ഷയും ഉത്സാഹവും ഉള്ള ഈ വേളയിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കാരണം വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. കേരള ക്ലബിൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കും ആഗ്രഹത്തിനുമൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരും പരിചയമുള്ള മുൻ സാരഥികളും എല്ലാവരുടെയും മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും ധൈര്യം പകർന്നു. അതുപോലെ തന്നെ എല്ലാവരെയും കേരള ക്ലബിൻ്റെ ഈ ക്രിസ്മസ് പരിപാടിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് വേണ്ടി ക്രിസ്മസ് സന്ദേശം തരുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഫാദർ ബിജു ഡാനിയൽ, നമ്മളെ എല്ലാം പ്രിയങ്കരനായ ബിജു അച്ഛനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛന് പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്യുവാൻ വേണ്ടി കേരള ക്ലബിൻ്റെ BOT ചെയർമാൻ മുരളി നായരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Every year, the Kerala Club members get to hear some pearls of wisdom on two occasions, Onam as well as Christmas. This year, just like every other year, I'm sure each of us are waiting anxiously to hear what the ഭാരതീയ മുനിമാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്ക് മനപ്പാടമാണ്. തമസോമ ജ്യോതിർഗമയ, അസത്തോമ സദ്ഗമയ, മൃത്യോമ അമൃതഗമയ. ഭാരത ഋഷിമാരുടെ പ്രാർത്ഥനയായിരുന്നു അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന്. ഇങ്ങനെ മാമുനിമാരുടെ പ്രാർത്ഥനയുടെ ഫലമായി അവതരിച്ച അവതാര പുരുഷനായി യേശുക്രിസ്തുവിനെ ലോകമെമ്പാടും കാണുന്നു, വിശ്വസിക്കുന്നു. ഒരിക്കൽ യേശുവിനോട് തൻ്റെ ഒരു ശിഷ്യൻ തോമസ് ചോദിച്ചു, അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കറിയാം. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് തോമസ് മറുപടി പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു ക്രിസ്തു എന്ന് പറയുന്ന ലോകത്തിന്റെ പ്രകാശമാണ്.
ഈശ്വരൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രകാശമാണ്. ഉണ്ണി ഈശോ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആന്തരിക അർത്ഥം ഈ ലോകത്തിലേക്ക് നമ്മിൽ ഒരുവനായി നമ്മുടെ ഇടയിലേക്ക് വന്നു പറഞ്ഞ ഈശ്വര ചൈതന്യമാണ്. കൃപ എന്ന് പറയുന്നത് Pirando